ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ടിയിൽ തുടങ്ങിയ ഹീറോയുടെ വിപ്ലവകരമായ യാത്ര. ഹീറോയും ഹോണ്ടയും രണ്ടായി പിരിഞ്ഞതിന് ശേഷം പുതിയ പുതിയ മോഡൽസ് ഇറക്കി. എക്സ്പൾസ്, മൈസ്ട്രോ, അങ്ങനെ പുതിയ പുതിയ വണ്ടികൾ ഇറക്കിയതിന് ശേഷം അവർ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് ഹീറോയുടെ ഇഡ V1 Pro. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാം. വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹീറോയുടെ പക്ക പെർഫോമൻസ് ഓറിയന്റഡ് ഇലക്ട്രിക് സ്കൂട്ടർ സീരീസിനാണ് വിഡ സീരീസിനെ അവർ ഇറക്കിയേക്കുന്നത്. നമ്മൾ ഇന്ന് വിഡ V1 Proയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ എല്ലാ വീഡിയോസിലെ പോലെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ നമുക്കത് ആദ്യം തന്നെ വിഡയുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ നമുക്കൊരു വൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ്, പിന്നെ ഫ്രണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റ് വിത്ത് DR, ഒരു 2 ചേമ്പറായിട്ടാണ് ഡിമ്മും ബ്രൈറ്റും നമുക്ക് അതിന് കൊടുത്തേക്കുന്നത്. പിന്നെ USB ഫോക്സ് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ വെണ്ടറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫൈബർ പാർട്സ് യൂസ് ചെയ്തേക്കുന്നെങ്കിലും നല്ല ക്വാളിറ്റി, നല്ല റിലബിലിറ്റി ഉള്ള ഫൈബർ പാർട്സ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ വന്നേക്കുന്ന ടയേഴ്സ് വരുന്നത് MRFന്റെ 90-90-12 ടയേഴ്സ് ആണ് വരുന്നത്. ട്യൂബ്ലെസ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നീറ്റ്ലി ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് വിത്ത് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് കാണാം. ഇത്രയാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷം. പിന്നെ നമുക്ക് വണ്ടിയുടെ സെൻട്രൽ വ്യൂവിലേക്ക് വരാമെങ്കിൽ സെൻട്രൽ വ്യൂവിൽ നമുക്ക് നല്ല സ്പേസ് ഉള്ള ഒരു ഫുട്ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഹമ്പോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഗ്യാസ് ഊറ്റി കയറില്ല. പിന്നെ നമുക്കിവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വെക്കാം. 3 കിലോ വരെയുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ സെൻട്രലിലെ വിശേഷം. ഇനി നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പം നമുക്കൊരു പ്ലെയിൻ ആയിട്ട് വന്ന ഒരു പാർട്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ V1 Pro എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെറ്റൽ ഫുഡ് റെസ്റ്റ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ സൈഡ് ആയിട്ടുള്ള അലോയ് വീൽസ് ബാക്ക് ടയേഴ്സ് ആണ് വണ്ടി കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വിഡ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്സ് വിത്ത് LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റും LED ലൈറ്റ്സും ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ബാക്കിലത്തെ വിശേഷങ്ങൾ. പിന്നെ നമുക്കിവിടെ പിടിച്ചിരിക്കാവുന്ന ടൈപ്പിന് ഒരു ഗ്രാബ് ഹാൻഡിലും അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ ഒരു ഓവറോൾ വ്യൂ വരാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കാണാം. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററും സ്വിച്ചസിലുള്ള വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്വിച്ചസ് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ബൈക്കുകളിലുള്ള പോലെ ഒരു കിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർക്ക് മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ, പിന്നെ വണ്ടി ഓണോ ഓഫ് ആക്കാനുള്ള സ്വിച്ച്. ഇതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ പ്ലസ്, ഈ സ്വിച്ച് പ്ലസിന് യൂസ് ചെയ്യാം, ഇത് മൈനസിന് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ SOS കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തേക്കുന്ന നമ്പറിലേക്ക് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ ഈ സ്വിച്ച് ഞെക്കുവാണെങ്കിൽ എമർജൻസി മെസ്സേജും ലൊക്കേഷൻ ഉൾപ്പെടെ പോകുന്നതാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. മീറ്റർ ടച്ച് ആണെങ്കിൽ പോലും നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മുടെ പാസ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോർവേ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോൺ. ഇത്രയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ നമുക്കിവിടെ ഒരു USB ചാർജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ വരുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ മീറ്റർ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം വണ്ടി ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് വണ്ടി ഓൺ ആക്കാനും ഇത് വണ്ടിയുടെ ഡിക്കി തുറക്കാനുമായിട്ടാണ്. ഇതിൽ മേളത്തെ സ്വിച്ച് ഞെക്കുമ്പോൾ നമുക്ക് ഒരു സൗണ്ടോട് കൂടി വണ്ടി ഓണായി വരും. ഇവിടെ വിടാന്ന് എഴുതി കാണിച്ച് വണ്ടി ഓണായി വരും. നമ്മുടെ മീറ്റർ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു എല്ലാ ഇൻഫർമേഷനും നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു മീറ്റർ കൺട്രോൾ യൂണിറ്റാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ മേളിൽ നമ്മുടെ കോട്ടയത്തെ ക്ലൈമറ്റ് കാണാം. 32 ഡിഗ്രി സെൽഷ്യസ് ടൈം കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വണ്ടിയുടെ റേഞ്ച്, മോട്ടർ ഓഫ് ആണ്. അതായത് നമ്മൾ വണ്ടി ഇപ്പം ഐഡിലിംഗ് ഓഫ് ആണെന്നുള്ളത്. നമ്മൾ ഇതെല്ലാം ഇപ്പം പാർക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും
നമുക്കിവിടെ സൈഡ് സ്റ്റാൻഡ് മാറ്റാനുള്ള അലേർട്ട് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഡേറ്റ് ടൈം, ഓഡോമീറ്റർ, വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ള, പിന്നെ 2 ബാറ്ററിയുടെ റേഞ്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ ഒരു മീറ്ററിൻ്റെ ബേസിക് ഇൻഫർമേഷൻ. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് കൊടുത്തിരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അതായത് നമുക്കിവിടെ ട്രിപ്പ് A, B ആവറേജ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ട്രിപ്പ് B ആവറേജ് സ്പീഡ്, അതിൻ്റെ ആവറേജ് സ്പീഡ്, പിന്നെ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഇപ്പം നമ്മുടെ സെറ്റിങ്സിലോട്ട് കയറാനുള്ള ഒരു ടാബ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ഡിസ്പ്ലേ, കണക്ഷൻ, മൈ സ്കൂട്ടർ, ഡോക്യുമെൻറ്റ്സ്, അബൌട്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റ് നമുക്കിവിടെ ടോഗിൾ ചെയ്ത് നമുക്ക് സീറ്റ് തുറക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇനി നമുക്ക് സീറ്റിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. നമുക്കൊരു ഫിസിക്കൽ കീയും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് 3 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ച് നമുക്ക് പാർക്കിങ്ങിലായിട്ട് വണ്ടി വെച്ചിട്ട് പോയാൽ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിക്കി തുറക്കാനുള്ള സ്വിച്ച്, പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയിക്കാനുള്ള സ്വിച്ച്. നമുക്ക് ഇതിൽ തന്നെ ഡിക്കിയും തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഡിക്കി തുറക്കുന്നു. നമ്മൾ സെൻറ്ററിൽ പിടിച്ച് വേണം ഡിക്കി തുറക്കാൻ. ഒരു 26 ലിറ്ററിൻ്റെ സ്റ്റോറേജാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. നമുക്കിവിടെ ഒരു ചാർജിങ് യൂണിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. നമുക്ക് റിമൂവബിളാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഈ വണ്ടി 3 രീതിയിൽ ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് ഈ കീ ഉപയോഗിച്ച് ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്താണ് വണ്ടിയുടെ 2 റിമൂവബിൾ ബാറ്ററി കൊടുത്തേക്കുന്നത്. നമുക്ക് ഇത് ഉപയോഗിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടുപോയി വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചാർജിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഹോം ചാർജിങ് യൂണിറ്റ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഏതറിൻ്റെ ഗ്രിഡ് സപ്പോർട്ട് ചെയ്തുള്ള ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കലിപ്പൻ്റെ കാന്താരിമാരില്ലെങ്കിലോ, ഇനി നിങ്ങൾക്ക് സോളോ ട്രിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീച്ചർ നമ്മുടെ വിടായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഈ ഒരു പീസ് നമുക്ക് റിമൂവ് ചെയ്ത് നമുക്കിതൊരു സിംഗിൾ സീറ്റ് വണ്ടിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഷോറൂമിൽ ഞങ്ങളത് കണ്ടായിരുന്നു. കാണാൻ അത്യാവശ്യം ലുക്കുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ എന്തെങ്കിലും ബോക്സോ അല്ലെങ്കിൽ ഡെലിവറിക്കൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനൂടെ ഇവിടെ ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കിനി വണ്ടിയുടെ മോട്ടർ ബാറ്ററി സൈഡിലേക്ക് കിടക്കാം. നമുക്ക് ഹീറോ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന മോട്ടർ എന്ന് വെച്ചാൽ 6 kWh ഒരു മോട്ടറാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 3.94 kWh ഒരു ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. ചാർജിങ് ടൈം പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 6 hours ആണ് നമുക്ക് 0 to 100 ചാർജ് ചെയ്യാനായിട്ട് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചാൽ സിങ്ങാമെ തന്നെയാണ് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടയറിന് പഞ്ചർ പറ്റുമോ അല്ലെങ്കിൽ ടയറിന് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ കൊടുത്തേക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചേക്കുന്ന സസ്പെൻഷനാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫൈബർ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ കമ്പനിയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഉണ്ട്. ഈ വണ്ടിക്ക് ഒരു പോക്കറ്റ് ഉണ്ട്. നമ്മൾ പേഴ്സൊക്കെ വെക്കുന്ന പോലെ ഇതിലും ഒളിപ്പിച്ച് വെക്കാൻ സ്ഥലമുണ്ട്. ഈ സ്പേസിൻ്റെ അണ്ടറിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പല സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. പക്ഷേ നാട്ടുകാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഇവിടെ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ആകും. പക്ഷെ ഇങ്ങനൊരു ഫീച്ചർ അവർ കൊടുത്തായിരുന്നെങ്കിൽ അതിന് അവിടെ ഒരു ലോക്കും അല്ലെങ്കിൽ ഒരു കീ ലോക്കും എല്ലാം കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് വിഡ V1 Proയുടെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ വണ്ടി തന്നേക്കുന്നത് കോട്ടയത്തെ നമ്മുടെ ജൂബിലി ഹീറോ ആണ്. അവരോടൊരു ബിഗ് താങ്ക്സ് ഈ വീഡിയോയിൽ പറയുന്നു. അവർക്ക് കോട്ടയത്തെ മെയിൻ ഡീലറാണ്. കോട്ടയത്തുള്ള എല്ലാ വണ്ടികളും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കരിഷ്മ തൊട്ടുള്ള ഇറങ്ങിയേക്കുന്ന എല്ലാ ലേറ്റസ്റ്റ് വണ്ടികളും അവൈലബിൾ ആണ്. പിന്നെ ഈ വണ്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് 7 days കൊണ്ട് ഡെലിവറിയാണ്. 5 കളർ ഓപ്ഷനിൽ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ വണ്ടിയുടെ എക്സ് ഷോറൂം വരുന്നത് 145, വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് 163 വരുന്നുണ്ട്. 7 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അന്വേഷിച്ച് വന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ വീഡിയോയിൽ കിട്ടിയെന്ന്
നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.